she hit me like I be like why you എന്തിനിത്ര ധൃതി കൂട്ടുന്നു? കാലങ്ങൾ ഇനിയുമുണ്ടല്ലോ ലോകം മനസ്സിലാക്കാൻ. മുറ്റത്ത് പൂവിട്ട് നിൽക്കുന്ന പൂച്ചെടികൾ കണ്ണിന് കൗതുകമുണർത്തി. ഇന്നലെ കൊഴിഞ്ഞു വീണ പാരിജാത പൂക്കൾ മണ്ണിനെ ചുംബിച്ച് അവശയായി കിടക്കുന്നു. പിച്ചയും മന്ദാരവും കുടമുല്ലയും കാറ്റിനു പോലും എന്ത് സുഗന്ധമാണ്. ചെമ്പകപ്പൂവിന്റെ ഇതളുകൾ നാസികത്തുമ്പിൽ ചേർത്ത് വെച്ച് ശ്വസിച്ചു. മുകളിലെ ബാൽക്കണിയിൽ ചുണ്ടിലെരിയുന്ന സിഗരറ്റുമായി ധരൻ അവളെ കോപത്തോടെ നോക്കി നിൽക്കുന്നത് ഇടയ്ക്കെപ്പോഴോ ശ്രദ്ധയിൽപ്പെട്ടു. കുടമുല്ലപ്പൂക്കൾ ഒരു വട്ടിയെടുത്ത് ഇന്ന് മണിയറ ഒരുക്കിയാലോ? 18കാരിയുടെ കൗതുകം ഹൃദയവേദനയിലും പൊട്ടിച്ചിരി ഉണർത്തി. കസവ് സാരി ഉടുത്ത് നിതമ്പം മറക്കുന്ന മുടിയഴകൾ വിടർത്തിയിട്ടു. കരിമഷി നീട്ടിയെഴുതിയ കണ്ണുകൾ ചിരിയോടെ ചിമ്മി തുറക്കുമ്പോൾ തെളിഞ്ഞു കാണുന്ന ഒറ്റ നുണക്കുഴി. ഒരു വേള അവളൊരു തമ്പുരാട്ടിക്കുട്ടിയെ പോലെ തോന്നിച്ചു താരമ്മക്ക്. മുടിയിൽ 4 മുഴം മുല്ലപ്പൂവും ചൂടിക്കൊടുത്തു. തന്റെ തിരഞ്ഞെടുക്കൽ തെറ്റിയിട്ടില്ലെന്ന ചിന്തയിൽ ആത്മസംതൃപ്തിയോടെ താരമ്മ ചിരിച്ചു. എങ്കിലും ആ മനസ്സിലൊരു ഭയം. 18 വയസ്സ് മാത്രമുള്ള പൂവിതൾ പോലെ മനോഹരിയായൊരു പെൺകുട്ടി. തന്റെ മകനാൽ അവളുടെ ജീവിതം ഞെരിഞ്ഞുടയുമോ എന്ന വേദന. മനസ്സ് തർക്കനടിച്ച് പിണങ്ങി മാറുമ്പോൾ മകന്റെ തട്ട് താഴ്ന്നിരുന്നു. ചുണ്ടിൽ ചിരിയോടെ കയ്യിൽ പാൽ നിറച്ച ഗ്ലാസുമായി വാതിൽ മെല്ലെ തുറക്കുമ്പോൾ ഇതുവരെ ഇല്ലാത്ത ഭയം വൃന്ദയിൽ ഉരുണ്ടുകൂടി. ഒരു വാക്കുകൊണ്ട് പോലും പരിചയമില്ലാത്ത വ്യക്തി, തന്നെക്കാൾ ഒരുപാട് മുതിർന്ന പക്വതയാർന്നൊരു പുരുഷൻ. അറിയില്ല ഇനി രാവും പുലരുമോ എന്ന്. വെള്ളിക്കസവുള്ള മുണ്ടെടുത്ത് അരക്ക് മുകളിൽ നഗ്നനായിരുന്ന അയാൾ ബലിഷ്ഠമായ നെഞ്ചിലെ രോമക്കാടുകളിൽ ഒളിച്ചിരിക്കുന്ന സ്വർണ്ണനൂൽ കെട്ടിയ രുദ്രാക്ഷമാലയുടെ തുമ്പിൽ പുലിനകം, കയ്യിൽ മദ്യം നിറച്ച ഗ്ലാസും മറുകയിൽ പുകഞ്ഞെറിയുന്ന സിഗരറ്റും. പുകച്ചുരുകൾ വരയും തീർക്കുന്നു അവിടമാകെ. ഭയത്തിനൊപ്പം ചാളിതയും പരവേശവും വൃന്ദയെ കാർന്നു തിന്നാൻ ഒരുങ്ങി. ഗ്ലാസിൽ ബാക്കിയ അവസാന തുള്ളി മദ്യവും വായിലേക്ക് അമിഴ്ത്തിക്കൊണ്ടയാൾ വേച്ച് വേച്ച് വൃന്ദക്കരിയിലേക്ക് വന്നു. അവളുടെ തൊടുത്ത ആദരങ്ങളിലും ഉടലിലും തിളങ്ങിയ കണ്ണുകൾ വന്യമായി തിളങ്ങുന്നു. എന്തോർത്ത് പോലെ മുഖം വെട്ടിച്ച് തിരികെ ചൂരൽ കസേരയിലേക്ക് ഇരുന്നു. വാടിയുടെ ഇവിടെ ഇരിക്ക്. തന്റെ തുടയിൽ കൈകൾ തട്ടി അവളെ തന്റെ മടിയിലേക്ക് ഇരിക്കാൻ അയാൾ ക്ഷണിച്ചു. കണ്ണുകളിൽ ആജ്ഞയും മുഖത്ത് ഗൗരവവും. ഭയത്തോടെ മടിച്ചിരിക്കുന്ന വൃന്ദയുടെ ഹൃദയം കീഴ്മേൽ മറിയുകയായിരുന്നു. വരാൻ. ശബ്ദത്തിൽ ദേഷ്യത്തോടെയുള്ള ഒരു താക്കീതിന്റെ ഭാവം നിഴലിട്ടു. മെല്ലെ നടന്നു ചെന്ന് അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ അയാളുടെ മടിയിലേക്ക് ഇരുന്നു. അടുത്ത നിമിഷം ആ കൈകൾ വൃന്ദയെ വട്ടം ചുറ്റിപ്പിടിച്ച് തന്നിലേക്ക് അണച്ചു പിടിച്ചു. കൊള്ളാം, ഞാൻ ഉദ്ദേശിച്ച പോലല്ല നീ. ആര് കണ്ടാലും കൊതിച്ചു പോകുന്നൊരു കിളന്തു പെണ്ണ്. വഷളായി ചിരിച്ചുകൊണ്ട് താടിത്തുമ്പിൽ മൃദുവായെന്ന് ചുംബിച്ചു. പൊള്ളി പിടഞ്ഞുപോയി. അതിലുപരി അയാളുടെ വാക്കുകളിൽ വിവസ്ഥയാക്കപ്പെട്ട പോലെ. വ്രണപ്പെട്ടു പോകുന്ന ആത്മാഭിമാനത്തിൽ പിടഞ്ഞുകൊണ്ട് ധരനിൽ നിന്നും അടർന്നു മാറി 2 ചുവടുകൾ പിന്നിലേക്ക് വെച്ചു. കണ്ണുകൾ അറിയാതെ പെയ്തു തുടങ്ങുന്നു. ഒരു വേള തളർന്നീ തറയിലേക്ക് വീണു പോകുമെന്ന പോലെ. ഭാര്യയുടെ യാതൊരു അവകാശവും എന്നിൽ നിന്ന് നീ ആഗ്രഹിക്കണ്ട. ഒരു വെപ്പാട്ടിയെ പോലെ കുറച്ചുനാൾ നിനക്കെന്റെ ഒപ്പം കഴിയാം. നീ എനിക്ക് ആരാണെന്ന് അറിയണ്ടേ? ഞാൻ താലി കെട്ടിയ വെറും ഒരു സറോഗേറ്റ് മദർ. അതാണ് നീ. എന്റെ കുഞ്ഞിന് ജന്മം നൽകാൻ ഞാൻ താലി കെട്ടിയ വാടക ഗർഭപാത്രം. ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് വൃന്ദക്കരിയിലേക്ക് നടന്നെടുത്ത് താടിത്തുമ്പിൽ വിരൽ ചേർത്ത് അവളുടെ കുനിഞ്ഞ മുഖമുയർത്തി. നിറഞ്ഞ കണ്ണുകൾ കാണുകെ പുച്ഛത്തോടെ അയാൾ ചിരിച്ചു. ഈ നിമിഷം ഉടലോടെ കത്തിയെരിഞ്ഞ് ഒരു പിടി ചാരമാവൻ ആശിച്ചു പോകുന്നു. എന്തേ പറഞ്ഞതൊക്കെ മനസ്സിലായ നിനക്ക്? കണ്ണുകൾ ഇറുക്കിയടച്ചപ്പോൾ ഇമകൾ താണ്ടി കണ്ണുനീർ കുതിച്ചൊഴുകി. നിന്റെ തന്ത ലക്ഷങ്ങൾ എണ്ണി വാങ്ങി നിന്നെ ഈ ധരണി വിറ്റതാണെന്ന് മറന്നുപോയോ നീ? അവളൊരു മങ്ങിയ ചിരിയോടെ കണ്ണുനീർ തുടച്ചു. വീണ്ടും നിശബ്ദത കീഴടക്കിയ മണിയറയിലെ തുറന്നിട്ട ജനാല വഴി നിലാവ് നോക്കി നിന്നു. കസേരയിൽ ചാരിയിരുന്ന് കൈത്തണ്ടയാൽ മുഖം മറച്ച് അയാൾ ഉറങ്ങുകയാവുമോ എന്ന് സംശയിച്ചു. ഇടയ്ക്കെപ്പോഴോ പിന്നിൽ നിന്നും പുറന്ന ശരീരത്തിന്റെ ചൂടുമണവും ധരന്റേതായിരുന്നു എന്നറിഞ്ഞു. കഴുത്തിൽ അമർന്ന അയാളുടെ ചുണ്ടുകൾ ചെവി മടക്കിലേക്ക് ഇഴഞ്ഞു വരുന്നു. പിന്നീട്ട നീണ്ട മുടികൾ അഴിച്ചിട്ട് അവയിലേക്ക് മുഖം പൊഴുത്തി. ചന്ദനത്തിന്റെ ഗന്ധം ഉന്മാദനാക്കുന്നു. റിയലി യു ആർ വെരി സെക്സി വൃന്ദ. നിന്നെ പോലൊരുവളെ ഞാൻ അറിഞ്ഞിട്ടില്ല. മത്ത് പിടിപ്പിക്കുന്ന ഗന്ധമാണ് നിനക്ക്. ഇരുകവിളിലും അയാൾ അമർത്തി ചുംബിച്ചു. ദേഹം വിറക്കുമ്പോഴും ആ കൈവിരലുകൾ അടിവയറിൽ ഇക്കിളി കൂട്ടുന്നു. ദേഹമാകെ പുഴുക്കളോടുന്ന അറപ്പോടും വെറുപ്പോടും വൃന്ദ കണ്ണുകൾ ഇറുക്കെ പൂട്ടി ഒരു മരപ്പാവ പോലെ തിരിച്ചു നിർത്തി ആ നെഞ്ചിലേക്ക് അടക്കി ചേർത്ത് വെച്ചു. ആവേശത്തോടെ അവളുടെ ചുണ്ടുകളെ കവർന്നെടുത്തു. മദ്യത്തിന്റെ രൂക്ഷഗന്ധമുള്ള ചുടു ചുംബനങ്ങൾ. ധരന്റെ കൈകൾ അവളെയും കോരിയെടുത്ത് കിടക്കയിലേക്ക് നടന്നെടുത്തപ്പോൾ ഹൃദയം മുറവിളി കൂട്ടുന്നു. പ്രണയത്തോടെ തന്റെ ഇണയിൽ അലിയാൻ കൊതിച്ചവൾ
ഒരുവന്റെ വന്യതയിൽ ഇരയാക്കപ്പെടാൻ തുടങ്ങുകയാണോ? തെക്കൻ പർവ്വനിരകളിൽ നിന്നൊരു കൊടുങ്കാറ്റ് ആഞ്ഞു വീശി പാരിജാതം ഇതൾ വിടർത്തിയ സുഗന്ധം കവർന്നെടുത്തു. ധരൻ വൃന്ദയുടെ ഇളമേനിയിലേക്ക് അമരാൻ ഒരുങ്ങി. വെറും പെണ്ണുടലല്ലവൾ, തന്റെ പാതയാണെന്ന് തിരിച്ചറിയാതെ അതിക്രൂരമായി. അവളുടെ ശരീരം പൂക്കല പോലെ വിറച്ചു. കണ്ണുകൾ പൊട്ടിയൊലിച്ചു. ഭയം, പരവേശം, വേദന. എന്നൊന്നും ചെയ്യല്ലേ, എനിക്ക് പേടിയ സാർ. കൈകൾ കൂപ്പി ഏങ്ങലടിച്ച് കരഞ്ഞു. ആ കണ്ണുകളുടെ ദയനീയത ധരന്റെ ഉള്ളമൊന്നുലച്ചു. ആദ്യമായി ആ കല്ലിച്ച നെഞ്ചിൽ ഒരു കുഞ്ഞു വാത്സല്യം മുറവ് പൊട്ടി. അയാളുടെ കൈകൾ അയഞ്ഞു. യാന്ത്രികമായി അവളുടെ നെറ്റിൽ ചുണ്ടമർത്തി നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവളും ചേർന്ന് കിടന്നു. ഇനിയൊരു പ്രളയം വരുമെന്ന് ഓർക്കാതെ. റിലാക്സ് വൃന്ദ, ഐ നീഡ് യു നൗ. ഒട്ടൊരു നിശബ്ദതക്കുള്ളിൽ ധരന്റെ ശബ്ദം. മൗനമായി കിടന്നു, മരപ്പാവ പോലെ. മെല്ലെ മെല്ലെ അവളിലെ ഓരോ അണിവിലും അയാളുടെ അധരങ്ങൾ ഓടി നടന്നു. ഒരു പൂവിറുക്കും പോലെ അവളിലെ പെണ്ണിനെ തൊട്ടുണർത്തി. ആ കണ്ണുകളിൽ അവൾ മുമ്പ് കണ്ട വന്യമായ തിളക്കം സ്ഥാനം പിടിച്ചില്ല. തിരിച്ചറിയാൻ കഴിയാത്തൊരു വികാരവും വശ്യതയും. അവൾ വിവശയായി, തരളിതയായി. ലാളിച്ചും നോവിച്ചും ചുംബിച്ചും അവളിലേക്ക് അവൻ ആഴ്ന്നിറങ്ങി. മുറ്റത്ത് മഴക്കിലുക്കം, തുറന്നിട്ട ജനലഴികളിലൂടെ തൂവാനത്തിന്റെ കുളിർ. സംതൃപ്തിയോടെ അവളിലേക്ക് തളർന്നു വീണ ധരന്റെ ചുണ്ടിൽ ആദ്യമായൊരു ചെറുചിരി വിരിഞ്ഞു. അവളിലേക്കും ആ ചിരി പകർന്നു. കവിളിൽ നാണത്തിന്റെ ചുവപ്പുകൾ നുണക്കുഴിയെ മൂടി വയ്ക്കുന്നു. കണ്ണുകൾ തമ്മിൽ അടർത്തി മാറ്റാൻ കഴിയാതെ വന്നു ഇരുവർക്കും. ധരൻ അകന്നു മാറി കിടക്കയുടെ ഒരറ്റത്തേക്ക് നീങ്ങിക്കിടന്നു. ആ നെഞ്ചിലെ രോമമെത്തിൽ മുഖം ചായച്ചുറങ്ങാൻ വൃന്ദ കൊതിച്ചു. അതെ, അയാൾക്ക് ദാഹമകറ്റാൻ ഒരു ശരീരം മാത്രമാണ് താനെന്ന ഓർമ്മയിൽ ഉള്ളൊന്ന് നീറി. ലഹരിയുടെ ആലസ്യം അയാളുടെ കണ്ണുകളെ മയക്കുന്നുണ്ടായിരുന്നു. അടുത്ത നിമിഷം ധരൻ തന്റെ കൈകൾ വിടർത്തി വെച്ച് ആ നെഞ്ചിൻ ചൂടിലേക്ക് വൃന്ദയെ ക്ഷണിച്ചു. അമ്പരപ്പോടെ കണ്ണു ചിമ്മുന്ന അവളെ വലിച്ചാ നെഞ്ചിലേക്ക് ഇട്ടു. ഹൃദയതാളം താരാട്ടു പാടി. ഉണർത്തുപക്ഷികൾ ജനൽപ്പാളിയിൽ പടത്തിവെച്ച പിച്ചകവള്ളികളിൽ തത്തിക്കളി ചിലച്ചു. തന്റെ മാറിൽ മുഖം ചേർത്തുറങ്ങുന്ന ആളോട്, നല്ല പാതിയോട് ഒരു നേരിയ വാത്സല്യം. തമ്മിൽ ചുംബിച്ചു കിടക്കുന്ന പുരികക്കുടികളുടെ നടുവിൽ മെല്ലെയൊന്ന് ചുണ്ടു ചേർത്തു. അടർന്നു മാറി. ഇനി പുതിയ ജീവിതങ്ങൾ, പരീക്ഷണങ്ങൾ, സഹനങ്ങൾ, അവഗണനകൾ, വെറുപ്പുകൾ. കുളിച്ച് ഈറനോട് നെറുകിൽ ഒരു നുള്ള സിന്ദൂരം ചാർത്തി താലിൽ കൊത്തിയ ധരൻ എന്ന പേരിൽ വിരൽ തൊട്ടു. സ്വയം പുച്ഛം തോന്നി അവൾക്ക്. തന്നിലെ സ്ത്രീയെ വാക്കുകളാൽ കുത്തി മുറിപ്പെടുത്തിയിട്ടും ഒരൊറ്റ ചുമ്മനത്താൽ തരളിതയാക്കിയവനോട് വിധേയപ്പെടുകയും അവനിലേക്ക് അകാരണമായി വഴുതി വീഴുകയും ചെയ്യുകയാണല്ലോ എന്ന്. താരമ്മയുടെ സ്നേഹ സമീപനങ്ങൾ അമ്മയെ ഓർമ്മിപ്പിച്ചു. കണ്ണുകൾ സജലങ്ങളായി. സമാധാനായിട്ടിരിക്കണം, അമ്മയെ ആരോഗ്യവതിയാക്കി ഈ താരമ്മ നിന്റെ മുമ്പിൽ കൊണ്ടുവരും. ചിരിയോടെ കൈ കവർന്ന് കവിളിൽ തട്ടി നെടിവീർപ്പോടെ പതിവ് ചിരിയണിഞ്ഞു നിന്നു. താരമ്മക്കൊപ്പം പൂന്തോട്ടത്തിലും തൊടിയിലും ചുറ്റിക്കിറങ്ങി. ഒരു ചെറിയ കുട്ടികളുടെ കളിച്ചിരികളും കുറുമ്പും കുസൃതിയും കാട്ടുമ്പോൾ താരമ്മയിൽ മാതൃസ്നേഹം ഉണർന്നു. വിടർന്നു നിൽക്കുന്ന മുല്ലപ്പൂക്കളാൽ മാലുകെട്ടി അവരുടെ തലയിൽ വൃന്ദ ചൂടിക്കൊടുത്തു. ആ സാരിത്തുമ്പിൽ തൂങ്ങി നടന്നു. ദൂരെ നിന്നെങ്ങോ ധരന്റെ കണ്ണുകൾ കൗതുകത്തോടെ അവളുടെ കളിച്ചിരികൾ ഒപ്പിയെടുക്കുന്നു. കുറുമ്പും കുസൃതിയും വിട്ടുമാറാത്ത ഒരു ചെറിയ പെൺകുട്ടി. എന്നാൽ അവളുടെ ചൊടികളിൽ സദാ നേരവും മായാതെ വിടർന്നു നിൽക്കും ഒരു നറു പുഞ്ചിരി.